ഇന്നലെ റമദാൻ 8 ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ തറവാട്ടിൽ, അതായത് എൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കലായിരുന്നു. ഞാനവിടെ ചെന്നപ്പോഴേക്കും അത്യാവശ്യം പണികളൊക്കെ ഏകദേശം ഒതുങ്ങി. എൻ്റെ അത്തച്ചിയുടെ സ്പെഷ്യൽ ബിരിയാണി റെഡിയാക്കലായിരുന്നു ആൾ. അങ്ങനെ ആളുടെ ചെമ്പ് തുറന്നപ്പോഴേക്കും ഉള്ള പച്ചക്കറികളെല്ലാം അതിനകത്തുണ്ട്. ആളുടെ ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ. ഈ പ്രാവശ്യം മട്ടനാണ് ദമ്മിടാൻ പോകുന്നത്. ബീഫ് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ പൊരിക്കാനായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ വീട്ടിൽ 15-20 ആ ഒരു നോമ്പിൻ്റെ ടൈം ആകുമ്പോഴാണ് കേട്ടോ നോമ്പ് തുറക്കൽ വരാറ്. ഈ പ്രാവശ്യം സൺഡേ ആണ് എല്ലാവർക്കും ഒഴിവുള്ളൊരു ദിവസം. പക്ഷേ ഈ പ്രാവശ്യം നെക്സ്റ്റ് വീക്ക് ചെറിയ ക്ലാസ്സിലെ പിള്ളേർക്കൊക്കെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും സൗകര്യവും കൂടി മുൻഗണനയിലെടുത്താണ് കേട്ടോ ഈ ഒരു ടൈമിലേക്ക് നേരത്തെ നോമ്പ് തുറക്കൽ വന്നത്. അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ റെഡിയായി വരുന്നു. കുറച്ച് തിക്കിടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നോമ്പില്ലാത്തവരൊക്കെ ഇടയ്ക്ക് സൈഡിൽ കൂടി നോമ്പ് തുറക്കുന്നുണ്ട്. നമുക്ക് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് എത്ര വെച്ചാലും തികയില്ല എന്നുള്ളൊരു ഓർമ്മയാണ് കേട്ടോ. അതുപോലെ തന്നെ വലിയൊരു പാത്രത്തിൽ നാരങ്ങ വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയൊന്നും ആവശ്യമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെയൊക്കെ പണി എളുപ്പമാക്കാൻ വേണ്ടി അത്തച്ചി പുറത്തുനിന്നാണ് കട്ട്ലറ്റും നമ്മുടെ ഉന്നക്കായൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേരിൽ 3 ചെറിയ പിള്ളേർ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നോമ്പുണ്ടായിരുന്നേ. അങ്ങനെ പിള്ളേരൊക്കെ ഒരു സൈഡിൽ ബാങ്ക് വിളിച്ചപ്പോഴേക്കും നോമ്പ് തുറന്നു. ബീഫ് കറി ഉണ്ടായിരുന്നു, പത്തിരി, തിക്കിടി, മട്ടൻ ബിരിയാണി, ബീഫ് റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, അത്രയും സംഭവങ്ങളാണ് കേട്ടോ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തരിക്കഞ്ഞിയും നാരങ്ങാവളും ഫ്രൂട്ട്സൊക്കെ അത് വേറെ സൈഡിലേക്ക് ഉണ്ടായിരുന്നു. ചെറിയ പിള്ളേർ ബാങ്ക് വിളിച്ചപ്പോഴേക്കും എല്ലാവരും നോമ്പ് തുറന്നു. ചെറിയ പിള്ളേർ ഫുഡൊക്കെ കഴിച്ച് വലിയവരുടെ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്ത് ചാനലിട്ടാൽ എന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാൻ കട്ട് ചെയ്തു, വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് കേട്ടോ നോമ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്